വെൽക്കം ടു NRI വേൾഡ്. ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസവും കുറഞ്ഞ ട്യൂഷൻ ഫീസും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ യൂറോപ്പിലേക്ക് ആകർഷിക്കുന്നു. വിദ്യാർത്ഥികൾക്കുള്ള താമസ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും വാടക ചെലവുമാണ് തിരിച്ചടി. സമീപ വർഷങ്ങളിൽ ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ, സ്വിറ്റ്സർലൻഡ്, അയർലൻഡ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഓസ്ട്രേലിയ, കാനഡ, UK, US തുടങ്ങിയ മുൻനിര പഠന ലക്ഷ്യസ്ഥാനങ്ങളിലേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ ചേക്കേറുന്നു. ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസവും താങ്ങാവുന്ന പഠന ചെലവുകളുമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അന്തർദേശീയ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നത്. എന്നിരുന്നാലും യൂറോപ്പിലെത്തുന്ന വിദ്യാർത്ഥികൾ വൻ വെല്ലുവിളികളും നേരിടുന്നു. വിദ്യാർത്ഥികൾക്കായുള്ള ഭവനങ്ങളുടെ കുറവും ഉയർന്ന വാടക ചെലവുമാണ് ഇതിന് കാരണം. 2030-31 വർഷം യൂറോപ്പിലെ വിദ്യാർത്ഥി ജനസംഖ്യ 23.5 ദശലക്ഷമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ തന്നെ വിദ്യാർത്ഥികളുടെ ആവശ്യകതകൾ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട്. സ്പെയിനിൽ കുതിച്ചുയരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം ഭവന വിപണിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി അടുത്തിടെ നടത്തിയ സർവേയിൽ കണ്ടെത്തി. വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം നൽകാൻ സർക്കാർ വേണ്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കാനഡയിലെ ഓപ്പൺ വർക്ക് പെർമിറ്റിലെ മാറ്റം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും വിദേശ തൊഴിലാളികളെയും എങ്ങനെ ബാധിക്കും? പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ നോക്കാം. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും വിദേശ തൊഴിലാളികളുടെയും പങ്കാളികൾക്കുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റിൽ ജനുവരി 21 മുതലാണ് കാനഡ മാറ്റം വരുത്തിയത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് കാനഡയിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ അവസരം നൽകുന്ന പെർമിറ്റായിരിക്കും ഇത്. മതിയായ യോഗ്യതയുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ജീവിത പങ്കാളികൾക്ക് മാത്രമേ ഓപ്പൺ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാൻ അർഹതയുണ്ടാകൂ. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ വകുപ്പ് നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാം. 16 മാസത്തിൽ കൂടുതൽ ദൈർഘ്യമുള്ള മാസ്റ്റേഴ്സ് ബിരുദം അല്ലെങ്കിൽ PhD, ഡോക്ടർ ഓഫ് ഡെന്റൽ സർജറി, LLB, ഡോക്ടർ ഓഫ് വെറ്റിനറി മെഡിസിൻ, ബാച്ചിലർ ഓഫ് നഴ്സിംഗ് തുടങ്ങി തെരഞ്ഞെടുത്ത പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ജീവിത പങ്കാളികൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് ലഭിക്കും. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സ്റ്റഡി പെർമിറ്റ് അപേക്ഷയ്ക്കൊപ്പം തന്നെ പങ്കാളികൾക്കായുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റിന് അപേക്ഷ നൽകാൻ കഴിയും. നിശ്ചിത യോഗ്യത നേടിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സ്വന്തം വിസ അപേക്ഷയ്ക്കൊപ്പം പങ്കാളിയുടെ വിസയ്ക്കും അപേക്ഷിക്കാം. ഇതിലൂടെ രണ്ടുപേരുടെയും വിസയ്ക്ക് ഒരേ സമയം അനുമതി ലഭിക്കും. സ്റ്റഡി പെർമിറ്റിന്റെ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ വർക്ക് പെർമിറ്റിന്റെ കാലാവധി അവസാനിക്കുകയാണെങ്കിൽ പെർമിറ്റ് നീട്ടുന്നതിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ അവസാന സെമസ്റ്ററിലുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റിന് എക്സ്റ്റൻഷന് വേണ്ടി അപേക്ഷിക്കാൻ കഴിയില്ലെന്നും പുതുക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. സിംഗപ്പൂരിലേക്ക് ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക്, സ്ഥിരമായ വളർച്ചാ നിരക്കും സിംഗപ്പൂരിന്റെ ആകർഷണീയതയുമാണ് ഇവിടെ സഞ്ചാരികൾക്ക് പ്രിയം. സിംഗപ്പൂർ ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇവിടം സന്ദർശിച്ചത് 16.5 ദശലക്ഷം പേരായിരുന്നു. ഇതിൽ 1.09 ദശലക്ഷം ഇന്ത്യക്കാരും ഉൾപ്പെടും. സിംഗപ്പൂർ ടൂറിസം ബോർഡാണ് കണക്കുകൾ പുറത്തുവിട്ടത്. സ്ഥിരമായ വളർച്ചാ നിരക്കും ആകർഷണീയതയും വൈവിധ്യവൽക്കരണവും ഇവിടേക്ക് യാത്രക്കാരെ കൂടുതൽ ആകർഷിക്കുന്നു. സിംഗപ്പൂർ സന്ദർശകരിൽ ചൈന, ഇന്തോനേഷ്യ, ഇന്ത്യ എന്നീ രാജ്യക്കാരാണ് മുൻപന്തിയിൽ. ചൈനയുമായുള്ള 30 ദിവസത്തെ മ്യൂച്വൽ വിസ ഇളവുകളും എയർ കണക്ടിവിറ്റിയിൽ സിംഗപ്പൂരിന്റെ ശക്തമായ വളർച്ചയും ഇവിടെ നിന്ന് കൂടുതൽ സഞ്ചാരികളെത്താൻ കാരണമായി. ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് എളുപ്പമെത്താമെന്നത് സന്ദർശകരുടെ വളർച്ചയുടെ പ്രധാന ഘടകമായി തുടരുന്നു. നിലവിൽ 280-ലധികം പ്രതിവാര ഫ്ലൈറ്റുകൾ 17 ഇന്ത്യൻ നഗരങ്ങളെ സിംഗപ്പൂരുമായി ബന്ധിപ്പിക്കുന്നു. 3.5 മുതൽ 5 മണിക്കൂർ വരെയാണ് ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള യാത്രാ സമയം. കുവൈറ്റ് സ്വദേശിവൽക്കരണ നടപടികൾ കർശനമാക്കുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം പ്രവാസികളുടെ സേവനങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് സിവിൽ സർവീസ് ബ്യൂറോ അറിയിച്ചു. കുവൈറ്റിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മലയാളികൾ ഉൾപ്പെടെ സർക്കാർ പൊതുമേഖലകളിലെ വിദേശികളുടെ കരാറുകൾ മാർച്ച് 31 ശേഷം പുതുക്കില്ലെന്ന് സിവിൽ സർവീസ് ബ്യൂറോ അറിയിച്ചു. ചില സർക്കാർ ഏജൻസികളിൽ കുവൈത്തികളല്ലാത്തവരുടെ പുതുക്കൽ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിനെ പരാമർശിച്ച് സിവിൽ സർവീസ് ബ്യൂറോ പ്രസ്താവന പുറത്തിറക്കുകയായിരുന്നു. സ്വദേശികളുടെ തൊഴിൽ വർദ്ധിപ്പിക്കാനും വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമാണ് പുതിയ നീക്കം. 2017 11 നമ്പർ സിവിൽ സർവീസ് കൗൺസിൽ പ്രമേയം അനുസരിച്ചാണ് എല്ലാ സർക്കാർ ഏജൻസികളിലും മാറ്റി സ്ഥാപിക്കൽ നയം നടപ്പിലാക്കുന്നത് തുടരുന്നതെന്ന് ബ്യൂറോ വ്യക്തമാക്കി. ഓരോ തൊഴിൽ ഗ്രൂപ്പിനും നിശ്ചയിച്ചിട്ടുള്ള ശതമാനം അനുസരിച്ച് എല്ലാ സർക്കാർ ഏജൻസികളിലും റീപ്ലേസ്മെന്റ് പോളിസി നടപ്പാക്കുന്നത് തുടരും. കേന്ദ്ര തൊഴിൽ പദ്ധതിക്ക് അനുസൃതമായി കുവൈത്തികളായ ജീവനക്കാരെ നിയമിക്കുന്ന നടപടികൾ ഊർജിതമായി തുടരുകയാണ്. തീരുമാനം നടപ്പിലായാൽ ആയിരക്കണക്കിന് വിദേശികളുടെ ജോലിയെ ബാധിച്ചേക്കാം.
വീണ്ടും ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടിരിക്കുകയാണ് മാലിദ്വീപ്. ഈ വർഷം 3 ലക്ഷം സഞ്ചാരികളെയാണ് മാലിദ്വീപ് കാത്തിരിക്കുന്നത്. മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായത് ചില്ലറ നഷ്ടമൊന്നുമല്ല മാലിദ്വീപിനുണ്ടാക്കിയത്. 2023 സഞ്ചാരികളിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ കഴിഞ്ഞ വർഷം 6-ാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ്. ഈ വർഷം 3 ലക്ഷം ഇന്ത്യൻ സഞ്ചാരികളെ ആകർഷിക്കുകയെന്നതാണ് മാലിദ്വീപ് സർക്കാരിന്റെ ലക്ഷ്യം. 2023 18 ലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഈ ദ്വീപ് രാഷ്ട്രത്തിലെത്തിയിട്ടുണ്ട്. 2024 20,46,615 വിനോദസഞ്ചാരികൾ മാലിദ്വീപിലേക്ക് എത്തിയതായി മാലിദ്വീപ് ടൂറിസം മന്ത്രാലയം വ്യക്തമാക്കുന്നു. 2024 കണക്കനുസരിച്ച് ചൈനയിൽ നിന്നാണ് ഏറ്റവും അധികം സഞ്ചാരികൾ മാലിദ്വീപിലെത്തിയത്. റഷ്യയാണ് 2-ാം സ്ഥാനത്ത്. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സേവന പോർട്ടലായ അബ്ഷീർ വഴി ഇനി ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കും. അബ്ഷീർ വെബ്സൈറ്റിൽ നിന്നോ മൊബൈൽ ആപ്പിൽ നിന്നോ അബ്ഷീർ സേവനം ലഭിക്കും. ബഹ്റിൻ ഹൈടെക് നാഷണൽ ID കാർഡ് പുറത്തിറക്കുന്നു. ID കാർഡ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഗവൺമെന്റ് നടപടികൾ കാര്യക്ഷമമാക്കുന്നതിനുമാണ് നടപടി. വേതന സംരക്ഷണ വ്യവസ്ഥകൾ പുതുക്കി സൗദി അറേബ്യ. വേതന സംരക്ഷണ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയപരിധി 60 നിന്ന് 30 ദിവസമാക്കി കുറച്ചു. മാർച്ച് 1 മുതൽ പുതിയ നടപടി പ്രാബല്യത്തിൽ വരും. UAE-യിൽ 10 വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസയ്ക്ക് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്കാണ് വിസയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ലഭിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിന് നൽകിയ സംഭാവനകളും നേട്ടങ്ങളും തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം. കുവൈറ്റിൽ വിവാഹത്തിന് മുമ്പ് മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കി. ഏപ്രിൽ 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. രാജ്യത്ത് നടക്കുന്ന എല്ലാ വിവാഹ ഉടമ്പടികൾക്കും നിയമം ബാധകമായിരിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ, ഒരു ലോക സഞ്ചാരം. ഒന്നര നൂറ്റാണ്ട് പഴക്കമുള്ള 6 കൂറ്റൻ ചൂളകൾ. അമേരിക്കയിലെ നെവാദയിൽ ജനവാസം കുറഞ്ഞ ഒരു പ്രേത നഗരത്തിലാണ് ഈ ചരിത്ര സ്മാരകങ്ങൾ. NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. ലോകത്തിൽ ഏറ്റവും വില കൂടിയ ബീഫ് ഏതാണ്? ഏറ്റവും കൊഴുപ്പുള്ളത്, ഏറ്റവും ചിട്ടയോടെ പരിപാലിക്കുന്ന കന്നുകാലികൾ എവിടെയാണ്? എല്ലാത്തിനും ഒരു ഉത്തരം.